ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയിൽ, സ്വന്തം പ്രവർത്തന മേഖലയിൽ ഇത്ര അധികം മികവ് പുലർത്തിയ മറ്റൊരാളുണ്ടോ എന്ന സംശയം സ്വാഭാവികമായും ഉണ്ടാവും. കാരണം അതാണ് ശ്രീനിവാസൻ. അങ്ങനെയാണ് നമുക്ക് അനുസ്മരിക്കേണ്ടത്. ശ്രീനിവാസനെ ഓർത്തെടുക്കുമ്പോഴുള്ള സാഹചര്യം അതാണ്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, വീട്ടിൽ പൊതുദർശനം എത്ര സമയം തുടരും? അതിനുശേഷം മാറ്റുക, മറ്റ് ക്രമീകരണങ്ങൾ അത് തീരുമാനിച്ചു കഴിഞ്ഞോ? നടൻ ശ്രീനിവാസൻ്റെ മൃതദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. അവിടെ ആളുകൾ വന്നു പോവുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ പത്നി, ഒപ്പം മകൻ, മൂത്ത മകൻ വിനീത് ശ്രീനിവാസൻ അടക്കമുള്ളവർ അടുത്തുണ്ട്. വീട്ടിൽ നിന്നാണ് രാവിലെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അന്ത്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. യെസ്, കെ പി അഭിലാഷ് നമുക്കിപ്പം തൊട്ടുന്നുണ്ട്. കെ പി അഭിലാഷ്, ഈ ശ്രീനിവാസൻ്റെ സിനിമകളിലെ രാഷ്ട്രീയവും ഒരുപക്ഷെ മലയാള സിനിമാ തിരക്കഥകളിൽ ഈ സാഹിത്യത്തിൻ്റെ ഒരു അതിപ്രസരം അനുഭവപ്പെട്ട ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി സാധാരണക്കാരുമായി നേരിട്ട് സംവദിക്കാൻ കഴിയുന്ന തിരക്കഥകൾ, അതിനപ്പുറം പ്രമേയം, ഇങ്ങനെ വലിയൊരു പ്രത്യേകത ശ്രീനിവാസൻ്റെ സിനിമകളിൽ, അദ്ദേഹത്തിൻ്റെ സിനിമാ ഇടപെടലുകളിൽ പ്രത്യേകിച്ച് പരാമർശിക്കേണ്ടി വരും. കാലാധിപത്യമാണ്, കാലഘട്ടത്തിനപ്പുറമുള്ള സാധ്യതയുള്ള സിനിമകളാണ് അദ്ദേഹത്തിൻ്റെത്, തർക്കമില്ലാത്ത വിഷയമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ നമുക്ക് നിരീക്ഷിക്കാൻ കഴിയുന്ന ഒരു കാര്യം കൂടി, ഈ തിരക്കഥകളുടെ സംവദിക്കാനുള്ള ഒരു വലിയ ശേഷി അങ്ങനെ കൂടി കാണണ്ടേ? ഇപ്പോൾ സജിത്ത്, നടൻ ശ്രീനിവാസന്റെ മൃതദേഹം അദ്ദേഹത്തിൻ്റെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. നിരവധി ആളുകൾ അന്ത്യോപചാരം അർപ്പിക്കുന്നതിനായി എത്തിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കരയ്ക്ക് സമീപം ആണ് ഇദ്ദേഹത്തിൻ്റെ വസതി. അദ്ദേഹത്തിൻ്റെ അന്ത്യം തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന വഴിയിൽ എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അവിടെ നിന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ഈ വസതിയിലേക്ക്. ഇപ്പോഴിതാ സിനിമാ മേഖലയിൽ തന്നെയുള്ള നിരവധി ആളുകൾ അന്ത്യോപചാരം അർപ്പിക്കുന്നുണ്ട്. ഒരുപാട് സിനിമാക്കാർ എറണാകുളം മേഖലകളിൽ ആണ് താമസിക്കുന്നത്. അതിനു പുറമെ ഈ പ്രദേശവാസികൾ ആയിട്ടുള്ള നിരവധി ആളുകൾ ആണ് ശ്രീനിവാസൻ്റെ അന്ത്യം അറിഞ്ഞുകൊണ്ട് അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി വസതിയിലേക്ക് എത്തിയിട്ടുള്ളത്. സജിത്ത് ചോദിച്ച കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ്, സിനിമയ്ക്ക് പുറത്തും ശ്രീനിവാസനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പിന്തുണ ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ്. ഒരു കാലഘട്ടത്തിൽ ഒരു പക്ഷേ നമുക്കറിയാം, ഈ ശ്രീനിവാസനെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആലോചനകൾ പോലും നടന്നിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ അതിന് അദ്ദേഹം തയ്യാറായില്ല, അങ്ങനെ ഒരു മത്സരരംഗത്തേക്കൊന്നും വന്നിരുന്നില്ല. അതിന് കാരണമായി പറയുന്നത് ശ്രീനിവാസന് ജനങ്ങൾക്കിടയിലുള്ള വലിയൊരു സ്വാധീനം എന്നതാണ്. ഒരു ഭാഗത്ത് ശ്രീനിവാസൻ്റെ കഥാപാത്രങ്ങളും പ്രമേയവും സിനിമയും ഒക്കെ പറഞ്ഞു വയ്ക്കുന്ന രാഷ്ട്രീയം, അതോടൊപ്പം തന്നെ സാമൂഹികമായ വിഷയങ്ങൾ എന്നതിനപ്പുറത്ത് ശ്രീനിവാസൻ നേരിട്ട് തന്നെ അത്തരം വിഷയങ്ങളിൽ ഇടപെടുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അതിൽ തന്നെ എടുത്തു പറയേണ്ടത്, അദ്ദേഹം ഈ കീടനാശിനി പ്രയോഗത്തെ അടക്കമൊക്കെ വലിയ തോതിൽ, അതായത് കർഷകർ നേരിടുന്ന പ്രതിസന്ധി, അതിൽ തന്നെ രാസ കീടനാശിനികളുടെ ഉപയോഗം, ജൈവ കൃഷിയിലേക്ക് മടങ്ങേണ്ടതിൻ്റെ ആവശ്യകത, ഇത്തരം കാര്യങ്ങളൊക്കെ പ്രദേശവാസികളുമായി അടക്കം പങ്കുവയ്ക്കുകയും അങ്ങനെ ജൈവ കൃഷിയിൽ ഒക്കെ തൽപരനാവുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ